അഫ്ഗാൻ ബന്ധം കൂടുതൽ വഷളാകുന്ന സാഹചര്യത്തിൽ എല്ലാം തകിടം മറിക്കുന്നതിൽ വലിയ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് രംഗത്ത്. അഫ്ഗാനിസ്ഥാനിൽ പുതിയ ഭരണമാറ്റം വരുമ്പോൾ താലിബാൻ തങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിക്കുമെന്നായിരുന്നു പാകിസ്ഥാൻ കരുതിയത്. എന്നാൽ എല്ലാം ഇപ്പോൾ കീഴ്മേൽ മറിയുകയാണ്. ഇന്ത്യയുമായി കൂടുതൽ വ്യാപാര ബന്ധത്തിൽ ശക്തമാക്കാൻ അഫ്ഗാനിസ്ഥാൻ കളമൊരുക്കിയതോടുകൂടി തന്നെ പാകിസ്ഥാൻ ഇപ്പോൾ പൂർണ്ണമായും ഗാലറിക്ക് പുറത്തു നിൽക്കേണ്ട ഗതികേടിലേക്ക് എത്തി നിൽക്കുന്നു. ഇതിന്റെ എല്ലാം അമർഷം ഉള്ളിൽ ഒതുക്കിക്കൊണ്ടാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഇപ്പോൾ പ്രതികരണം അറിയിച്ചിരിക്കുന്നത്. ഖ്വാജ ആസിഫ് പറയുന്നത് ഇങ്ങനെയാണ്: അഫ്ഗാനിൽ പുതിയ ഭരണകൂടം അധികാരത്തിലെത്തിയപ്പോൾ തന്നെ അവർ പാകിസ്ഥാനെ ആശ്രയിക്കുമെന്നാണ് വിചാരിച്ചത്. എന്നാൽ എല്ലാം കീഴ്മേൽ മറിഞ്ഞു. താലിബാൻ കാബൂൾ പിടിച്ചെടുത്തതിന് പിന്നാലെ തന്നെ നേതാക്കളെ കണ്ട് സംസാരിക്കുകയും വ്യക്തിപരമായി തന്നെ അവരെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വളർത്തിയെടുക്കുന്നതിനായി തന്നെ പലതവണ അഫ്ഗാൻ സന്ദർശിച്ചിരുന്നു. അതൊന്നും യാതൊരുവിധ പ്രയോജനവും ഉണ്ടായില്ല. അഫ്ഗാനുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നു എന്ന പ്രതീക്ഷ ഇനിയില്ല എന്നും മറ്റെന്തിനുമുള്ള യാതൊരു സാധ്യതയും ഇവിടെ കാണുന്നില്ല. അതേസമയം ഇസ്ലാമാബാദുമായി സമീപകാലത്തുണ്ടായ സംഘർഷങ്ങളെല്ലാം തന്നെ അഫ്ഗാനെ ഒരു ആഗോള തലത്തിൽ ഒറ്റപ്പെടുത്തുമെന്നായിരുന്നു ഖ്വാജ ആസിഫ് പറയുന്നത്. കഴിഞ്ഞ ദിവസം അഫ്ഗാനിലെ ഖേസ് പ്രവിശ്യയിലുണ്ടായ പാക് ആക്രമണത്തിൽ കുട്ടികളടക്കം 10 പേർ കൊല്ലപ്പെട്ടു എന്ന ഒരു വാദം പാക് പ്രതിരോധ മന്ത്രി തള്ളിക്കളയുകയാണ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ പ്രതികരിക്കുകയും തിരിച്ചടിക്കുകയും ചെയ്യാറുണ്ട്, എന്നാൽ സാധാരണക്കാരെ ലക്ഷ്യമിടാറില്ല. പാകിസ്ഥാന് പെരുമാറ്റച്ചട്ടങ്ങളും അച്ചടക്കവും പാരമ്പര്യവുമുള്ള ഒരു സൈന്യമുണ്ട്. താലിബാനെ പോലെ തന്നെ ഒരു അസംഘടിത കൂട്ടായ്മ ഞങ്ങൾക്കില്ല. അതേപോലെ തന്നെ താലിബാൻ നേതൃത്വം മുൻപ് പാകിസ്ഥാനിൽ അഭയം തേടിയിരുന്നുവെന്നും ഖ്വാജ ആസിഫ് പരോക്ഷമായി തന്നെ വിമർശിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതേസമയം ഇന്ത്യയിൽ നിന്ന് നിരവധി മേഖലകളിൽ നിക്ഷേപം തേടാനായി തന്നെ അഫ്ഗാനിസ്ഥാന്റെ വ്യവസായ വാണിജ്യ മന്ത്രിയായ അൽഖ്വാജ് നൂറുദ്ദീൻ അസീസ് ആകട്ടെ ഇന്ത്യയിലേക്ക് എത്തിയിരുന്നു. സ്വർണ്ണ ഖനനം ഉൾപ്പെടെയുള്ള പുതിയ മേഖലകളിൽ നിക്ഷേപം നടത്തുന്ന കമ്പനികൾക്ക് 5 വർഷത്തെ നികുതി ഇളവ് നൽകാൻ തന്റെ സർക്കാർ തയ്യാറാണ് എന്നതായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അതേപോലെ തന്നെ അവിടെ സംഘടിപ്പിച്ച ഒരു സംവേദനാത്മക സെക്ഷനിൽ സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. പാകിസ്ഥാനുമായുള്ള സംഘർഷങ്ങൾ വ്യാപാര പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. നിക്ഷേപത്തിനായി തന്നെ യന്ത്രങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യൻ കമ്പനികൾക്ക് 1% തീരുവ മാത്രമേ ഈടാക്കാറുള്ളൂ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വാഗ്ദാനം. 6 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനെത്തിയ അദ്ദേഹമാകട്ടെ വളരെയധികം സാധ്യതകൾ നിറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്തത്. മാത്രമല്ല, ഇവിടെ നിങ്ങൾക്ക് അധികം എതിരാളികളെ കണ്ടെത്താനാവില്ല. നിക്ഷേപം കാണിക്കുകയും നിക്ഷേപം നടത്തുന്ന കമ്പനികൾക്ക് ടാരിഫ് പിന്തുണയും ഭൂമിയും നൽകുമെന്നായിരുന്നു അദ്ദേഹം പ്രഖ്യാപനം നടത്തിയതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.